ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ ഡൽഹി സ്വദേശിക്ക് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ പോയി എന്നുള്ള വിവരം കിട്ടുന്നത്. ഡൽഹി കരോൾ ബാഗിലെ ഒരു ആളിനാണ് പണം നഷ്ടപ്പെട്ടത്. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകളെ ഉരക്കുമുഷ്ടി കൊണ്ട് നേരിടണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ആയിരക്കണക്കിന് കോടി രൂപ ഈ കൊല്ലം തന്നെ ആളുകൾ അപകരിച്ചെടുത്തു ഡിജിറ്റൽ അറസ്റ്റിലൂടെ. ഒരിക്കൽ കൂടി നമ്മൾ പറയുന്നു, ഇന്റർനെറ്റ് വഴിയോ ഡിജിറ്റൽ വഴിയോ ഏതെങ്കിലും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴിയോ ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നിയമവും നിലവിലില്ല. അങ്ങനെ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ തന്ത്രത്തിൽ അയാളെ സ്കില്ല് നിർത്തിക്കൊണ്ട് പോലീസിനെ വിവരം അറിയിക്കുകയാണ് വേണ്ടത്. ഡിജിറ്റലായിട്ട് അറസ്റ്റ് ചെയ്ത ചേട്ടൻ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. വിനീത വിജി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരിയാണ്. വിനീത, നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകൾ ഈ തട്ടിപ്പിന് വിധേയമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കരോൾ ബാഗിലെ ആളിന് എന്താ പറ്റിയത്? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. കരോൾ ബാഗിലെ 32-കാരനാണ് ഈ ഡിജിറ്റൽ അറസ്റ്റിന് ഇരയായിരിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് ഈ പ്രതികൾ തട്ടിയെടുത്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഈ പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധമുണ്ടെന്നും ഈ ഡൽഹി സ്വദേശിയുടെ അക്കൗണ്ടിലൂടെ ഏതാണ്ട് 50 ലക്ഷം രൂപ വന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നും ഈ പ്രതികൾ ഒരു കഥ മെനയുകയും ആ കഥ അദ്ദേഹത്തെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് വീഡിയോ കോളിൽ എത്താനായി അദ്ദേഹത്തിന് നിർദ്ദേശം നൽകി. തുടർന്നാണ് ഈ ഡൽഹി സ്വദേശി ആ ഫോൺ അറ്റൻഡ് ചെയ്യുകയും അദ്ദേഹം ഫോണിന്റെ വീഡിയോ ഓണാക്കുകയും ചെയ്തത്. പിന്നാലെ ഇവർ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ, ഈ പ്രതികൾ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ അദ്ദേഹം സത്യം പറഞ്ഞാൽ അദ്ദേഹം പേടിച്ചു പോയതെന്ന് തന്നെയാണ് നമുക്ക് ഈ പോലീസുകാരുമൊക്കെയായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ മുറി അടച്ചിടാൻ പറയുന്നു, നിങ്ങൾ അറസ്റ്റിലാണെന്ന് പറയുന്നു, 10 ലക്ഷം രൂപ ഉടനടി തന്നെ അക്കൗണ്ടിലേക്ക് നൽകണമെന്ന് പറയുന്നു. ഇങ്ങനെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം 10 ലക്ഷം രൂപ നൽകുകയാണ്. അദ്ദേഹം ആ ഒരു ഭയത്തിലാണ് ആ പണം നൽകുന്നത്. പിന്നാലെ പറയുന്നു, നിങ്ങൾ 4 ലക്ഷം രൂപ കൂടി നൽകൂ, നിങ്ങൾക്ക് ജാമ്യം ലഭിക്കണമെങ്കിൽ 4 ലക്ഷം രൂപ കൂടി നൽകണം, ഇല്ലെങ്കിൽ വലിയ പ്രത്യാഘാതമായിരിക്കും നേരിടേണ്ടി വരുന്നതെന്ന് ഈ പ്രതികൾ പറയുകയാണ്. അതിൽ സംശയം തോന്നിയെ തുടർന്നാണ് ഈ ഡൽഹി സ്വദേശി പിന്നാലെ ഈ ഫോൺ കട്ട് ചെയ്യുകയും അദ്ദേഹം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഈ പ്രതികൾ പോലീസിന്റെ യൂണിഫോം അടക്കം ധരിച്ചുകൊണ്ടാണ് ഈ വീഡിയോ കോളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഏതാണെങ്കിലും ഈ പ്രതികളെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് എന്നും വളരെ കൃത്യമായി തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട് എന്നുമാണ് കരോൾ ബാഗിലെ പോലീസ് പറയുന്നത്. നേരത്തെ തന്നെ ഈ ഇത്തരത്തിലേക്കുള്ള ഡിജിറ്റൽ അറസ്റ്റുകൾക്കും ഈ ഡിജിറ്റൽ തട്ടിപ്പുകൾക്കും ഒക്കെ എതിരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ അത് പോലീസ് ആണെങ്കിലും സൈബർ ടീമുകളൊക്കെ ആണെങ്കിലും നൽകുന്നുണ്ട്. പക്ഷേ വീണ്ടും ആളുകൾ ഈ പ്രതികൾക്ക് ഇത്തരം തട്ടിപ്പ് സംഘത്തിന് ഇരയായി പോകുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. എസ്കെൻ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ കോടതിയുടെ ഭാഗത്ത് നിന്നൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലുകളും ഒരു മുൻകരുതലുകളും ഒക്കെ നിർദ്ദേശങ്ങളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആളുകളെ വളരെ രീതിയിൽ ഭീതിപ്പെടുത്തുകയും അവരെ വലിയ ഒരു പാനിക്കിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം ഈ പണം ചൂഷണം ചെയ്യുകയും ചെയ്തൊരു രീതിയാണ് ഈ സംഘങ്ങൾ അത്തരത്തിലേക്കൊരു രീതിയാണ് ഉപയോഗിക്കുന്നത്. ഏതാണെങ്കിലും അതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എസ് കെ, താങ്ക് യു വിനീത വിജി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.